ഇന്ത്യയിലേക്ക് ഫിയറ്റ് വരുന്നത് 1954 1954 ഫിയറ്റ് അതിൻ്റെ ഫിയറ്റ് 1100 1100 എന്ന ഒരു വാഹനമാണ് ഇവിടെ നിർമ്മിക്കാൻ ആരംഭിച്ചത്. ആ വാഹനം വളരെ പെട്ടെന്ന് തന്നെ അവിടെ പോപ്പുലറായി. കാരണം അതുവരെ നിർമ്മിച്ചിരുന്ന കാറുകളിൽ നിന്ന്, ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്ന കാറുകളിൽ പലതും മോറിസ് തുടങ്ങിയ ഫോർഡ് പ്രിഫെക്റ്റ് ഇത്തരം വാഹനങ്ങൾ, അത് യഥാർത്ഥത്തിൽ ഒരു ന്യൂ ജനറേഷൻ വാഹനമായിരുന്നു ഈ ഫിയറ്റ് 1100. കാരണം മുൻപുള്ള വാഹനങ്ങൾ പിന്തുടർന്നിരുന്ന ആ രൂപം അത് പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മൂട്ടക്കാർ എന്ന് വിളിക്കുന്നൊരു ഇതുണ്ടായിരുന്നു. ഏകദേശം ഒരു മൂട്ടയുടെ ആകൃതിയുള്ള ഒരു കാറുകളായിരുന്നു ഫോർഡൊക്കെ നിർമ്മിച്ചിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ആധുനിക രൂപമുള്ള ഒരു കാർ നിർമ്മാണം തുടങ്ങുന്നത് ഫിയറ്റ് 1100 ഇന്ത്യയിൽ. ഈ ഫിയറ്റ് 1100 നിന്ന് അവർ വീണ്ടും രൂപമാറ്റം വരുത്തി അതിൻ്റെ ടെയിൽ സൈഡ് കുറേ കൂടി ഇന്നത്തെ രീതിയിൽ സ്ട്രെയിറ്റൻ ചെയ്ത് ഡിക്കി ലെങ്തൻ ചെയ്തതിന് ശേഷം ഭംഗിയുള്ള ഒരു കാർ അവർ ഇറക്കുന്നു. അതിൻ്റെ പേരായിരുന്നു എലഗൻറ്റ് ഫിയറ്റ്. എലഗൻറ്റ് ഫിയറ്റ് വരുന്നത് 1958 58 എലഗൻറ്റ് ഫിയറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിലെ മുൻ ഡോർ തുറക്കുന്നത് തന്നെ എങ്ങനെയാണ്? മുൻഭാഗത്തേക്കാണ് തുറക്കുന്നത്. അല്ലാതെ നമ്മളിതൊരു പിറകിൽ നിന്നല്ല തുറക്കുന്നത്, മുൻഭാഗത്തേക്ക് തുറക്കുന്ന വാതിലുകളൊക്കെ ആയിട്ട് എലഗൻറ്റ് ഫിയറ്റ് വന്നതോടുകൂടി തന്നെ അത് നല്ല രീതിയിൽ ആ വാഹനം ജനങ്ങളിലേക്ക് എത്തി. ഇത് ഫിയറ്റിനോട് കൂടിച്ചേർന്നുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരുന്നത് പ്രീമിയർ ഓട്ടോമൊബൈൽസ് എന്ന ഒരു കമ്പനിയായിരുന്നു. 64 പൂർണ്ണമായും ഫിയറ്റിൽ നിന്ന് പ്രീമിയർ ഓട്ടോമൊബൈൽസ് ഈ കമ്പനിയുടെ ഉടമസ്ഥാവകാശം നേടുകയും 64 അവർ ആദ്യമായിട്ട് പ്രീമിയർ പ്രസിഡൻറ്റ് എന്ന പേരിൽ ഒരു കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് ഇന്നത്തെ രീതിയിൽ കൃത്യമായ നേർരേഖകൾ ഒരു ചതുര വടിവിലുള്ള ഫിയറ്റ് കാർ നിർമ്മാണം തുടങ്ങുന്നത്. അത് പിന്നീട് മോഡിഫൈ ചെയ്താണ്, പ്രീമിയർ പ്രസിഡൻറ്റ് മോഡിഫൈ ചെയ്താണ് 70 പ്രീമിയർ പത്മിനി എന്ന മോഡൽ ഫിയറ്റ് പുറത്തിറക്കുന്നത്. പ്രീമിയർ പത്മിനി വന്നതോടുകൂടി അന്ന് മധ്യവർഗത്തിലേക്ക് വന്നിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പൊതുമേഖലയിലെ ജീവനക്കാരും എല്ലാവരും തന്നെ ഈ ഫിയറ്റ് കിട്ടാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഫിയറ്റ് ആയിരുന്നു ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് സിമ്പൽ. ഒരു ഫിയറ്റ് സ്വന്തമാക്കുക എന്നുള്ളത് അന്നത്തെ ഒരു മധ്യവർഗ മനുഷ്യൻ്റെ, ഇന്ത്യയിലെ ഒരു മധ്യവർഗ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നായിരുന്നു. ആ ഫിയറ്റ് അത് വലിയ ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള, ഇന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മോഡലായിരുന്നു ആ ഫിയറ്റ് പത്മിനി. ഈ പത്മിനി എന്ന പേരിനും ഒരു കഥയുണ്ട്. എന്താണ് ഈ പത്മിനി? ആരാണ് ഈ പത്മിനി? പത്മിനി എന്നാൽ കമ്പനി പറയുന്നത് 14-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ അതിസുന്ദരിയായ ഒരു മഹാറാണിയായിരുന്നു റാണി പത്മിനി. ആ റാണി പത്മിനിയുടെ പേരാണ് ഫിയറ്റ് ഈ വാഹനത്തിനിട്ടത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ അതേസമയം അതിലെ യഥാർത്ഥ വസ്തുത വേറൊന്നാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ബോളിവുഡ് സിനിമയിലെ ഏറ്റവും തിളക്കമേറിയ താരമായിരുന്നു മലയാളിയായിരുന്ന പത്മിനി. ആ പത്മിനി 69 68 ജാസ് കപൂർ സിനിമകളിലെ ഹീറോയിനായിരുന്ന ആ പത്മിനിയെ ഉദ്ദേശിച്ചാണ് ആളുകൾ ഈ വാഹനം വാങ്ങിയിരുന്നത്. ഏറ്റവും സുന്ദരിയായ ഒരു അഭിനേത്രി, അതുപോലെ ഏറ്റവും സുന്ദരമായ ഒരു കാർ, യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു പ്രീമിയർ പത്മിനി. ആ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇന്നും അതിന് സൗന്ദര്യത്തിനോട് കിടപിടിക്കുവാൻ മറ്റൊരു വാഹനമില്ലാത്ത തരത്തിൽ സുന്ദരമായൊരു വാഹനമായിരുന്നു ഈ പ്രീമിയർ പത്മിനി. അതേസമയം തന്നെ ഈ പ്രീമിയർ കമ്പനി മറ്റൊരു വലിയ കാര്യവും കൂടി ചെയ്തിരുന്നു. അത് നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴും അറിയപ്പെടാത്ത ഒരു കാര്യമാണ്. കാരണം നമുക്ക് കാണാം, ബോംബെയിൽ ഏതാണ്ട് 100,000-ത്തിലധികം പ്രീമിയർ പത്മിനി വാഹനങ്ങൾ ടാക്സിയായി ഓടിയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയർ പത്മിനി കാറിലാണ് സാധാരണക്കാരൻ ടാക്സിയായി അവൻ കയറി സഞ്ചരിച്ചെന്ന കാര്യം. അപ്പോൾ ജീവിതത്തിൽ ഈ പ്രീമിയർ പത്മിനി വാങ്ങാൻ കഴിയാത്ത ആളുകൾക്കും ഈ കാറിനകത്ത് കയറി സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന്
ബെൻസോ അല്ലെങ്കിൽ ബെന്റ്ലിയോ വാങ്ങാൻ സാധിക്കാത്ത ആളുകൾക്ക് അതിൽ കയറി സഞ്ചരിക്കുക എന്നുള്ളതും അസാധ്യമായ കാര്യമാണ്. ഒരിക്കലും ഒരു ബെന്റ്ലിയിലോ ബെൻസിലോ നമുക്ക് റോഡിൽ നടക്കുന്ന ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു തെരുവ് കച്ചവടക്കാരന് ബെന്റ്ലിയിൽ കയറി സഞ്ചരിക്കുക എന്നുള്ള അയാളുടെ ജീവിതത്തിൽ സാധിക്കാത്ത കാര്യമാണ്. പക്ഷെ അതേസമയം അമിതാഭ് ബച്ചനും ദേവാനന്ദും ഒക്കെ ഉപയോഗിക്കുന്ന അതേ കാറിൽ സാധാരണക്കാരന് കയറി സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. കാരണം 1,00,000-ലധികം കാറുകൾ ബോംബെയിൽ പ്രീമിയർ പത്മിനി ടാക്സിയായി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ടാക്സി കാർ ആയതുകൊണ്ട് ഒരിക്കലും ആ വാഹനത്തിൻ്റെ ആളുകൾക്കുള്ള ആകർഷകീയത കുറഞ്ഞില്ല. എങ്ങനെയാണ് ഈ പത്മിനി ഇത്രയധികം ടാക്സികളായിട്ട് അവിടെ വരുന്നത്? ടാക്സിയായിട്ട് വരുന്നൊരു കാരണമുണ്ട്. പ്രീമിയർ ഓട്ടോമൊബൈൽസ് എന്ന കമ്പനി സബ്സിഡി നിരക്കിലാണ് ബോംബെയിലെ ടാക്സി ഡ്രൈവർമാർക്ക് ഈ വാഹനം നൽകിയിരുന്നത്. ടാക്സിയായി വിൽക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രീമിയർ പത്മിനിയിൽ നിന്ന് 1 രൂപ ലാഭം പോലും എടുത്തിരുന്നില്ല എന്നാണ് കമ്പനി ഇന്നും അവകാശപ്പെടുന്നത്. അതായത് ഒരു ലാഭവും എടുക്കാതെ ബോംബെയിലെയും അതുപോലെ മറ്റു സ്ഥലങ്ങളിലെയും ടാക്സി ഡ്രൈവർമാർക്ക് നിർമ്മിച്ച വിലയിൽ തന്നെയാണ് കമ്പനി ടാക്സിയായിട്ട് വാഹനങ്ങൾ വിതരണം ചെയ്തിരുന്നത്. അത് കമ്പനി ബോംബെയിലായിരുന്നു, ബോംബെയിൽ കുർളയിലായിരുന്നു ആ കമ്പനി എന്നുള്ളതുകൊണ്ട് തന്നെ ആ വാഹനം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് ടാക്സി സെഗ്മെൻറ്റിൽ വിറ്റഴിക്കപ്പെട്ടത് ബോംബെയിലാണ്. അപ്പോൾ ഈ ബോംബെ നഗരത്തിൻ്റെ പഴയ ബോംബെ നഗരത്തിൻ്റെ ഒരു മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന് മറ്റേ ഇന്ത്യ ഗേറ്റും അതുപോലെ തന്നെ ഈ പ്രീമിയർ പത്മിനി ടാക്സിയുമാണ്. അക്കാലത്ത് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളിലും നമ്മൾ കാണാൻ കുറിച്ചുള്ള ബോംബെ നഗരത്തെക്കുറിച്ചുള്ള ധാരാളം സിനിമകൾ. ചിലപ്പോൾ ഇന്ത്യയിലെ നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ വന്നിരിക്കുന്നത് ബോംബെ നഗരത്തെക്കുറിച്ച്, ബോംബെ നഗരത്തിലെ ജീവിതത്തെക്കുറിച്ചാണ്. ഈ ചിത്രങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുന്നത്, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് മുഴുവനും നമ്മൾ ഈ പ്രീമിയർ പത്മിനി ടാക്സി കാറുകളാണ്. അതിന് കാലാപീലി എന്നാണ് ബോംബെയിലെ ജനങ്ങൾ വളരെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. കാലാപീലി എന്നാണ്, അതായത് കറുപ്പും മഞ്ഞയും. അപ്പോൾ എങ്ങനെ വന്നു എന്നൊരാളോട് ചോദിക്കുമ്പോൾ കാലാപീലിയിലാണ് വന്നത് എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായിരുന്നു, ഇന്ത്യൻ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഈ പ്രീമിയർ ഓട്ടോമൊബൈൽസിൻ്റെ ഈ പറയുന്ന പ്രീമിയർ പത്മിനി എന്ന വാഹനം. ഈ വാഹനം യഥാർത്ഥത്തിൽ ഫിയറ്റ് 1100 എന്ന അല്ലെങ്കിൽ 1100 എന്ന ഡിലൈറ്റ് എന്ന വാഹനത്തിൽ 1100 ഡിലൈറ്റ് എന്ന വാഹനമാണ് 54 മോഡലായിട്ടുള്ള ആ വാഹനമാണ് പിന്നീട് 90കൾ വരെയോ അല്ലെങ്കിൽ 2000 വരെയോ ഈ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഓടിക്കൊണ്ടിരുന്നത്.